ഇന്നലെ കൊച്ചിന്ന് വരുന്ന സമയത്ത് ചെക്കന്മാര് വെറുതെ ഇങ്ങനെ ഇളക്കിയിട്ട് പോലെ ആരാണെങ്കിലും ഇത് മറ്റവരാണ് ആ വീഡിയോ ഇടുന്നവര് അങ്ങനെ എങ്ങനെ ഉണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ പോണം. അവരുടെ അടുത്തൊക്കെ പറയാനുള്ളവര് ഞങ്ങളുടെ 4 പേര് കണ്ട നോക്ക് നടക്കുന്നുണ്ട്. അതിനെ കണ്ട ആരെങ്കിലും നോക്കുന്നുണ്ടാ വേറെങ്കിലൊക്കെ നോക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട്. അതിന് അതുമില്ല. അത്രേ ഉള്ളൂ. ഞാനിപ്പോ ഉള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഇങ്ങനെ വന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഒരു 2 സെലിബ്രിറ്റികളെ ഇവിടെ വെച്ച് കാണാനിടയായിട്ട് അപ്പൊ നമുക്ക് പരിചയപ്പെടാം അല്ലേ? ഓക്കെ, പരിചയപ്പെടാം. ഹായ്. എടാ മൊട്ട നീ ഇപ്പൊ ഉണ്ടല്ലോ ആരാന്ന് നിനക്കറിയോ? നീ ഇപ്പൊ ഗുജലേറനാണോ? എന്തിലേറെ? ഗുജലേറെ. സംഭവം നിങ്ങൾ രണ്ടാളും പേരെന്താ ശരിക്കും? എന്റെ ഒരു വിഷ്ണു, എന്റെ ഒരു അഞ്ജു. കണ്ണാപ്പിയും കലിപ്പനും കാന്താരി. ഇടക്ക് അടിയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ രസം. മനപ്പൂർവ്വം ഇങ്ങനെ വെക്കുന്നതാണോ മുഖം? ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. കാരണം വീഡിയോക്ക് വേണ്ടിട്ട് കുറച്ച് ചെറുതായിട്ട് ഫോക്കസ് ചെയ്ത. പിന്നെ എന്താ ശരിക്കും ചെയ്യുന്നത് രണ്ടാളും? ഇങ്ങനൊന്നുമില്ല, ഞാൻ വർക്ക് ചെയ്യാം. അവൻ വർക്കിന് പോകുന്നുണ്ട്. വർക്കിന് പോകുന്നത് എന്ത് വർക്ക്? ഞാൻ കോർക്കട്ടിങ്. അവൻ തന്നെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ നോക്കും. പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കും മറ്റേ കൂള് ജപാൻ കണ്ടെത്തിയത് ഞങ്ങളാണ്, കഞ്ചാവ് കണ്ടെത്തിയത് ഞങ്ങളാണ്. സ്കൂളിന്റെ അത് ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് ആൾക്കാർ ഇങ്ങനെ കമന്റ് വലുതാക്കി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലേ, അങ്ങനെ പോലീസുകാരൊക്കെ വന്ന് വീഡിയോ ഒക്കെ വീട്ടിൽ കാണിച്ചു കൊടുത്തത്. ഇത് കാരണം കൊണ്ടാണ് വന്നത്. അങ്ങനെ പറഞ്ഞ് കുറച്ച് വീട്ടില് അച്ഛൻ, 2 ചേച്ചി, പിന്നെ അളിയന്മാരുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. കാരണം ഇത് നമ്മളുടെ ഒരു വ്യക്തിത്വം അല്ലേ. എനിക്കുണ്ടല്ലോ ഒരാഗ്രഹം. എനിക്കുണ്ടല്ലോ മീൻ കറിയും ചോറും വേണം. മീൻ കറിയും ചോറും വേണോടാ. പൈസ ആയിരുന്നു നിന്റെ അപ്പം തരിക. എനിക്ക് ബിരിയാണി വാങ്ങിച്ചു തരുക. എങ്ങനെയാണ് റീൽസ് ഒക്കെ ഉണ്ടാക്കാനുള്ള അത് കണ്ടന്റ് ഞാൻ പറയും, അവിടെ അതിനനുസരിച്ച് കൂടെ നിൽക്കാം. തീർച്ചയായിട്ടും. പിന്നെ രണ്ടാളും നമ്മൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ രണ്ടാളെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു നമ്പർ ഇല്ല. ഇപ്പൊ അടുത്താണ് 2 ചാനലുകളിലൊക്കെ വന്നിട്ടുള്ളത്. അതെന്തെങ്കിലും ഒളിച്ചു നിന്നിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കല്ലേ, നമുക്ക് അതിനോട് താല്പര്യം ഇല്ലാന്നല്ല, പക്ഷെ പോകണ്ട. നമ്മ ഇതിനു വേണ്ടിട്ട് അങ്ങനെ നിക്കണ ആൾക്കാരല്ല. ജസ്റ്റ് ഒന്ന് ഇട്ട് അങ്ങനെ വൈറലായി, അപ്പൊ രസം. അങ്ങനെ ടൈം പാസിന് ചെയ്യുന്നു. അപ്പൊ അത് വൈറലായപ്പോ അങ്ങനെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പോയി അവരെന്നെ ഇങ്ങോട്ട് വന്ന് എടുത്ത്, ആദ്യം മൂവി വേൾഡ് വന്ന് അങ്ങനെ എടുത്ത്, അത് കഴിഞ്ഞ പിന്നെ എല്ലാ ചാനലുകാരും വിളിക്കാൻ തുടങ്ങി. വീഡിയോ കാണുന്ന കുറെ മോശപ്പെട്ട കമന്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ വീഡിയോ ഇടുന്നത് നിങ്ങളൊരു സന്തോഷത്തിനാണ്. മറ്റുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കി പോകാം. പക്ഷെ അതിന് പകരം വളരെ മോശമായിട്ടുള്ള വാക്കുകളും ഉപയോഗിച്ചിട്ട് അധിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അധിക്ഷേപ കമന്റുകളൊക്കെ നിങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ? ഞങ്ങൾക്ക് ഒരു വേദനിപ്പിക്കാറില്ല. ഞങ്ങൾ അതിനെ കുറിച്ച് നോക്കാതെ നടക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിനെ നമ്മൾ തിരിച്ചതേ റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ അവര് നമ്മൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്നുമില്ല. അത് കാരണം കൊണ്ട് അവര് അയക്കട്ടെ, എത്ര അയക്കണോ അത്രയും നമുക്ക് വലുതായി പോവുള്ളൂ. അങ്ങനെ ആരും ഇന്നവരെ വിളിച്ചിട്ടില്ല. മോശമായിട്ട് പറഞ്ഞാൽ അതാ ഇന്നലെ കൊച്ചിന്ന് വരുന്ന സമയത്ത് ചെക്കന്മാര് വെറുതെ ഇങ്ങനെ ഇളക്കിയിട്ട് പോലെ ആരാണെങ്കിലും ഇത് മറ്റവരാണ് ആ വീഡിയോ ഇടുന്നവര് അങ്ങനെ എങ്ങനെ ഉണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ പോണം. അവരുടെ അടുത്തൊക്കെ പറയാനുള്ളവര് ഞങ്ങളുടെ 4 പേര് കണ്ട നോക്ക് നടക്കുന്നുണ്ട്. അതിനെ കണ്ട ആരെങ്കിലും നോക്കുന്നുണ്ടാ വേറെങ്കിലൊക്കെ നോക്കുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട്. അതിന് അതുമില്ല. അത്രേ ഉള്ളൂ. സ്ഥലം നാട്ടില് തൃശ്ശൂരാണ്. തൃശ്ശൂരല്ല, ഔട്ടറാണ്. തൃശ്ശൂരിന്റെയും പാലക്കാടിന്റെയും ബോർഡറിന്റെ ഔട്ടറാണ്. തിരുവില്ലാമല പറയും. അവിടെയാണ് താമസം കാര്യങ്ങൾ. പ്രണയം ഞങ്ങൾ ഒരു 8 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലം പ്രണയമായിരുന്നു. ഇപ്പോഴും പ്രണയിച്ചായിട്ട് തന്നെ ഇരിക്കണം. അവൾക്ക് 12. ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ട് 12 വയസ്സിൽ അങ്ങോട്ട് പോയിട്ട് മെസ്സേജ് അയച്ചില്ല. ഞാൻ അങ്ങോട്ട് ഹായ് അയച്ച്, പിന്നീട് ഇങ്ങോട്ട് ഇവിടുന്ന് ഫ്രണ്ടായി, പിന്നെ ഐ ലവ് യു വന്ന് അങ്ങനെ പ്രപ്പോസ് ചെയ്ത് അങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത്. എത്ര സമയം കൊണ്ടാണ് പ്രണയമായി മാറിയത്? മാസങ്ങള് ഒരു 2-3 മാസം ചാറ്റ് ചെയ്ത്. പിന്നെ ഈ പ്രണയിക്കാൻ അതിന് മാത്രം സമയം. തീർച്ചയായിട്ടും. അങ്ങനെ ആ പ്രണയത്തിന് ശേഷം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം 3 മാസമായി. 1 വർഷം എങ്ങനെ ഒരു പ്രണയിക്കുന്ന സമയമാണോ അല്ലാന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ കൂടുതലൊരു? നമുക്ക് അപ്പോഴും ഒരേ തന്നെയാണ് ഞങ്ങളുടെ സ്നേഹം. റീൽസ് മാത്രമാണല്ലോ ചാനലുണ്ട്. അപ്പൊ വലിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ടോ? വീഡിയോ വരാറുണ്ട്.
ഞാൻ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ എല്ലാ ചാനലും ചാനലിന്റെ പറയുന്നുണ്ട്. പേരെന്താ? വിഷ്ണു അമ്മയ, അതേ തന്നെയാണ്. വിഷ്ണു അമ്മയ. വിഷ്ണു അമ്മ നിങ്ങളെ ചാനലിന്റെ പേര് ആർക്കും അറിയില്ല. അറിയില്ല, തീർച്ചയായും. കാരണം നിങ്ങളെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാം, മറ്റു പല ആളുകളും നിങ്ങൾ റീൽസ് പല ഐഡിയ ഷെയർ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ സ്വന്തമായിട്ടുള്ള ചാനൽ ഏതാണ്, നിങ്ങളെ കോൺടാക്ട് ഐഡി എന്താണ്, കാര്യങ്ങൾ എന്താണെന്നുള്ളത് അധികം ആൾക്കാർക്കും അറിയില്ല. ശരിക്കും ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേരെന്താ? വിഷ്ണു അമ്മയ. വിഷ്ണു അമ്മയ. അത് അതേ പേരിലാണ് യൂട്യൂബ് ചാനൽ. ഫേസ്ബുക്കിൽ ചാനലില്ല. ചാനലില്ല, ഫേസ്ബുക്കിൽ ചാനലില്ല, തുടങ്ങണം. ഫേസ്ബുക്കിൽ ചാനൽ തുടങ്ങണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാരും അറിയാം, എല്ലാരും വീഡിയോ കാണുന്നുണ്ട്, കുറെ ആൾക്കാർ തെറി വിളിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ പല ആൾക്കാർക്കും വരെ ശരിക്കുള്ള ഒറിജിനൽ പേരെന്താണ്? വിഷ്ണു. വിഷ്ണു അമ്മായ. അല്ലല്ല, അഞ്ചു പേര് അതില് ചുമ്മാ വീട്ടിൽ വിളിക്കുന്ന നെയിം ഇട്ട് അഞ്ചു എന്നാണ് ഒറിജിനൽ പേര്. അമ്മായാന്ന് വീട്ടിൽ വിളിക്കുന്നത്. പിന്നെ വേറൊരു പേര് പൊന്നു. ബാബ. ഭാവിച്ചു. കലിപ്പനും കലിപ്പനും കണ്ണാപ്പീസ്. അപ്പൊ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി എന്തായാലും മുന്നോട്ടേക്ക് ഒരുപാട് എത്തട്ടെ. തെറി വിളിച്ച ആളുകളൊക്കെ എന്താ പറയാ മാറ്റിയിട്ട് ഞങ്ങൾ വരെ എന്തിനായിരുന്നു തെറി വിളിച്ചെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നിങ്ങളൊക്കെ എന്താ പറയാ ഇനി മുന്നോട്ടേക്കുള്ള കണ്ടന്റ്സ് ആയി കഴിഞ്ഞാലും മുന്നോട്ടേക്കുള്ള ലൈഫ് ആയി കഴിഞ്ഞാലും ഒക്കെ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പയറിംഗ് ആവുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരാണ്. അപ്പൊ ശരി. ശരി, ബൈ.